സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശാരി ചതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രേമ നാടകം നടത്തുന്നത്. കാരണം എന്ന് കെവിൻ ദേവികയും നന്ദനയും തേടി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നുവോ അന്നു മുതൽ ഒന്ന് വിടാതെ പ്രശ്നങ്ങളാണ് ചന്ദ്രോത്ത് വീട്ടിനെയും ദേവികയെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു ചതി പതുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാളും മുമ്പേ ശാരിക്ക് മനസ്സിലായിരുന്നു. ശാരിയാണെങ്കിൽ ഇത്തിരി കൂടെ മുന്നേ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ആളാണല്ലോ. അപ്പം നന്ദേട്ടൻ്റെ ഇപ്പോഴത്തെ പുതിയ സൗഹൃദങ്ങളും കൂട്ടുകെട്ടുമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അപ്പോഴേ തോന്നി. കാരണം ഋഷിയെ കൊന്നതിന് ശേഷം നന്ദൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും പിന്നെ പ്രേതം ആത്മാവെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രോത്ത് വീട്ടിലുണ്ടായ പുകച്ചിലും എല്ലാം കാരണം മറ്റെന്തോ നിഗൂഢ രഹസ്യങ്ങളാണെന്ന് മനസ്സിലാക്കിയ ശാരിയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നന്ദേട്ടൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ കെവിനെ തന്നെ സ്നേഹിക്കുന്ന രൂപത്തിൽ നാടകം കളിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എല്ലാ സത്യങ്ങളും ഏകദേശം ശാരിക്ക് മനസ്സിലാകുന്നു. ഇപ്പം തന്നെ ഇസബല്ലയും ഒത്താണ് നന്ദൻ പോയിരിക്കുന്നതെന്നുള്ള കാര്യം കെവിൻ അറിഞ്ഞിട്ട് പോലും പറഞ്ഞില്ല. എന്നാൽ കെവിൻ്റെ ഫോൺ ഉപയോഗിച്ച് തന്നെ സത്യങ്ങൾ ശാരി മനസ്സിലാക്കുന്നു. മാത്രമല്ല ആ സത്യങ്ങൾ വന്ന് ദേവിയോട് പറയുമ്പം ദേവിയാണെങ്കിൽ അതൊന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ തകർന്ന് ദേവിയാണെങ്കിൽ പണ്ടത്തെ ദേവികയല്ല, ഒരു MLA എന്ന് മാത്രമല്ല മാനസികമായിട്ടും നല്ല കരുത്തും ബലവും നേടിയെടുത്തുകൊണ്ട് തന്നെ ശാരികയുടെ മോട്ടിവേഷനും കൂടി ആകുമ്പോഴത്തേക്കും ദേവിക്ക് നല്ലൊരു മാനസിക സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്ന ദേവിയോട് സിദ്ധാർത്ഥൻ സാറ് വന്ന് ചോദിക്കുന്നു, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മോളെ, നന്ദൻ എവിടാണെന്ന് കാണും, വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു എന്നെ വിളിച്ചിരുന്നില്ല, പക്ഷേ ഞാൻ ഇസബല്ലയെ വിളിച്ചിരുന്നു, ഇസബല്ലയും നന്ദും കൂടി ഹാപ്പി ആയിട്ട് ട്രിപ്പിന് പോയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സിദ്ധുവും അതുപോലെ പ്രഭാവതിയും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കേട്ട കാര്യം വിശ്വസിക്കാനാകാതെ, മോളെ നീ എന്താ പറയുന്നത്, ഇസബല്ലയെ ഒത്താണ് നന്ദൻ പോയെന്നോ? അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു, ഒരിക്കലും ആയിരിക്കില്ല, ഇനി അവൻ തൽക്കാലം മാറി എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും, കേസും ബഹളമൊക്കെ ആയതുകൊണ്ട്. നേരിട്ട് കണ്ട ഒരാളാണ് എന്നെ കാര്യങ്ങൾ അറിയിച്ചത്. ഞാൻ വിളിച്ചു നോക്കിയപ്പം ഞാൻ അറിഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ട്. എന്തായാലും നന്ദു എൻ്റെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. നന്ദുവിന് ഇപ്പോൾ എന്നേക്കായും കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഇസബല്ലയോടാണല്ലോ. എന്തായാലും എന്നോട് ചെയ്ത ചതിക്ക് തിരിച്ച് ഞാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ദേവിയാണെങ്കിൽ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ സിദ്ധുവും അതുപോലെ തൻ്റെ മകൻ ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളിലേക്കാണല്ലോ പോകുന്നേ എന്നുള്ള സങ്കടത്തിൽ പ്രഭാവതി നിൽക്കുന്നുണ്ട്. പ്രഭാവതിക്ക് മരുമകളായിട്ട് ദേവികയെ തന്നെ ഉൾക്കൊള്ളാനാകൂ. ഇസബല്ലയോട് സഹായത്തിന് നന്ദൻ കൂടെ നിൽക്കുമ്പോൾ ഒന്നും പറയുന്നില്ല എടുക്കുന്നില്ല എങ്കിലും ദേവികയെ തന്നെ നല്ലൊരു മരുമകളായിട്ട് കാണുന്നുള്ളൂ. ദേവികയെ തന്നെ മരുമകളായിട്ട് നന്ദൻ്റെ കൂടെ കണ്ടാൽ മതി എന്നുള്ളൊരു താല്പര്യമാണ് പ്രഭാവതിക്ക്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ വെച്ച് അരുന്ധതിയെ കണ്ട കാര്യവും അരുന്ധതിക്ക് ഇതുപോലെ ഒരു ബോധക്കേട് വന്നപ്പോൾ താനാണ് സഹായിച്ചതെന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കേട്ടിട്ടും സിദ്ധുവിനാണെങ്കിൽ പ്രഭാവതിയോട് ആ ഒരു ദേഷ്യമൊന്നും മാറുന്നില്ല. നന്ദൻ്റെ ഈ പോക്കെല്ലാം പ്രഭാവതിയും കൂടി അറിഞ്ഞിട്ടാണെന്നുള്ളൊരു ദേഷ്യം സിദ്ധുവിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേസമയം ഹോട്ടലിലേക്ക് റൂം എടുക്കാനായിട്ട് ഇസബല്ലയും അതുപോലെ നന്ദനും വന്ന് റൂം എടുക്കുന്ന സമയത്ത് പെട്ടിയും ബാഗുകളൊക്കെ കണ്ട് ഒരു സുഹൃത്ത്, സിദ്ധാർത്ഥൻ സാറിൻ്റെ സുഹൃത്താണെങ്കിൽ നന്ദനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് സിദ്ധാർത്ഥൻ സാറിൻ്റെ മകനല്ലേ, നന്ദനല്ലേ എന്നൊക്കെ ആലോചിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നന്ദനോട് പോയി അത് തിരക്കുകയും ചെയ്യുന്നു. നന്ദനല്ലേ, എന്താ ഇവിടെ, ഇതാരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദൻ ആകെ പകച്ചു പോകുന്നു. തൻ്റെ അച്ഛൻ അറിയാവുന്നൊരു സുഹൃത്താണ്, ഇനി ഇയാൾ വഴി അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയും, താൻ ഈ ഹോട്ടലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവികയോ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സാറോ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് തിരക്കി വരുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പം നന്ദനെ അലട്ടുന്നത്. ഞാനൊരു അത്യാവശ്യ മീറ്റിങ്ങിന് വേണ്ടി വന്നതാണെന്നും ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ട് റൂം എടുത്തിയ ഇതെൻ്റെ പാർട്ട്ണറാണെന്നൊക്കെ പറഞ്ഞ് കള്ളം പറയാൻ ശ്രമിക്കുന്നു. എങ്കിലും നന്ദൻ്റെ പരുങ്ങലും അതുപോലെ ആ പെൺകുട്ടിയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് സിദ്ധാർത്ഥൻ സാറിൻ്റെ സുഹൃത്തിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ആ ഒരു സംശയം ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളാണെങ്കിൽ സിദ്ധാർത്ഥൻ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതുപോലൊരു ഹോട്ടലിൽ ഒരു പെൺകുട്ടിയായിട്ട് തങ്ങളുടെ മകൻ റൂം എടുത്തിട്ടുണ്ടെന്നും ബിസിനസ് മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഹോട്ടലിലാണെന്ന് തിരക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം വിളിച്ച് സിദ്ധുവിനോട് കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടാകണം ആകെ തകർന്ന് പെട്ടെന്ന് നന്ദൻ ഇസബല്ലയും കൂട്ടി ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും നന്ദൻ്റെ ഈ ഒളിച്ചു കളിയും അതുപോലെ കെവിൻ്റെ ചതിയും ശാരിക അധികം താമസിക്കാതെ ദേവിക്കും അതുപോലെ സിദ്ധുവിനും നന്ദനും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരും. അതേസമയം പ്രഭാവതിയെ കണ്ടുവെന്നും ഈ നാടകം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണ്ട, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്
കെവിനോട് അരുന്ധതി ആവശ്യപ്പെടുന്ന സമയത്ത് ആൻറ്റി ചുമ്മാ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, ഇതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും. എന്തായാലും പ്രഭാവതി മകൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മേഡത്തെ സോപ്പിടാൻ വന്നു എന്നിരിക്കും. അതൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയുമ്പം ഋഷിയും സപ്പോർട്ട് ചെയ്യുന്നു.